അണ്ണാ അണ്ണാ ഒന്ന് സൈഡിലോട്ട് വണ്ടി നിർത്തും അണ്ണാ, ഒരു കാര്യം പറയണേ. ഓ അണ്ണ ഒന്ന് വരണം എന്റെ കൂടെ. സൈഡിലോട്ട് എന്ന് പറഞ്ഞിട്ട് ശരിക്കും മിസ് ചെയ്യുന്നു. ബാബു സെറ്റ് ഒരു മിനിറ്റ്. ഫിയർ ദ ഡ്രാഗൺ, റെസ്പെക്ട്. ഇതാരാടാ ഇത്? ഇത് ഏത് ഗ്യാങ്? സംഭവം ഇല്ലേ കുറച്ച് ദിവസം മുമ്പ് അണ്ണന് കിട്ടിയത് തല തിരിഞ്ഞു. അണ്ണനെ രണ്ടുപേരും അത് വയനായിട്ട് വലിച്ചു കയറ്റിക്കൊണ്ട് പോയില്ലേ അണ്ണനെ? നേരത്തെ കുറച്ച് ആൾക്കാരെ ഇന്നലെ വാനി വലിച്ചു കയറ്റിക്കൊണ്ടങ്ങ് പോയില്ലേ? ആ സ്വയംന് ബാബു സേട്ടിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. ഹലോ 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 ഹായ് വാസന. Will miss you too and love you forever. ബ്ലോക്ക്ഡ്. പറയടാ. ആ സാധനം ബാബു സേട്ടിന് കൊടുക്കാൻ പ്ലാൻ ആണേ. അപ്പം ബാബു സേട്ടിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കണം. പെട്ടെന്ന് പറഞ്ഞ സസ് അടിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യും. ഇങ്ങോട്ടും എല്ലാരും ക്യാരി ചെയ്തോ, എന്നിട്ട് ഞാൻ ബാബുവിനോട് പറയാം വണ്ടി. അണ്ണനോട് കാര്യം ചെയ്യും, അണ്ണൻ കോച്ചിനോട് ക്യാരി അടിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ കോച്ചിനെ അണ്ണൻ ക്യാരി അടി, എന്നിട്ട് ഓക്കെ. ഞാൻ എന്ത് പറയണ്ട അവനോട്? ബാബു വണ്ടി എടുക്ക, ബാബു സൈഡ് വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കേറി. സിറ്റി വിടും, അതാണ് സാധാരണ നടക്കുന്നത്. പെണ്ണേഴ്സിനല്ലേ? അപ്പൊ ഓക്കെ അറിയാലോ ബാബു സൈഡ് വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. എല്ലാവർക്കും നിന്നെ ഈ പെണ്ണുകാലത്ത് പേടി കേട്ടോ ബാബു. പേടി മള്ളി, പേടി. സത്യം, ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിന്നെ കൊണ്ടുവന്നത്. മള്ളി അതുപോലെ ബെനിഫിറ്റ് ഉണ്ടായില്ലേ മള്ളി നമുക്ക്? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഏഫ്ക്കാണേ, പെട്ടെന്ന് വരാവേ. വണ്ടി ഓടത്തെ പവറായി വണ്ടി. നേരെ പോ, സ്പീഡിൽ പോയി റോഡിലോട്ട് എടുത്തിട്ട് ഇത്ര പവർ ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നല്ല പവർ. എല്ലാം മനസ്സിൽ വിചാരിക്കുമ്പോൾ നടന്ന ഒരു ട്രിപ്പാ. പെട്രോൾ പമ്പ് ഒന്ന് അടിച്ചാൽ പൊട്ടില്ല. സീരിയസ്ലി പൊട്ടൂല. എവിടെങ്കിലും ഏതെങ്കിലും വണ്ടി ഇടിച്ചു നോക്കിയാൽ കടലിൽ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ധൈര്യത്തിലേക്ക് എന്തായി ഇതെന്താ ഈ വണ്ടി ഒരു ബാലൻസ് ഇല്ലാതെ? അറിയല്ലേ ഈശ്വര, പ്ലീസ് പ്ലീസ്. വല്ല കായ കൊടുത്തിട്ട് ഈ സാരം പഠിച്ചിട്ട് ബാലൻസ് ഇല്ല. സത്യം. ഇതെന്താ ഇങ്ങോട്ട് ഓടിക്കുന്നത്? ബാബു സേട്ടിന് എന്തോ ബഗ്ഗായി. എന്തോ പ്രശ്നം പറ്റി വല്ല വണ്ടിക്ക്. ബാബു സേട്ട് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബഗ്ഗായി ബാബു സേട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബഗ്ഗായതാ. ഇത് ബഗ്ഗായതാ. ഹലോ ഹലോ വാസന. Will miss you. ഓട്ടിക്കറിയുന്ന വണ്ടി എടുക്കുമെന്ന് ഇല്ല ബാബു സേട്ട്, നിങ്ങളൊക്കെ ക്യാരി അടിച്ചിരിക്കും, അപ്പൊ ഞങ്ങള് വീണു പോകും. ബാബു സാർ നേരെ കേറ്റിക്കോ, നേരെ ബാബു കേക്കാവോ? ബാബു കേക്കാവോ? നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടുമ്പോ ഒന്ന് പറയണേ. എനിക്കതൊന്ന് കവറിലാക്കി തരണേ. ഇനി 2 വട്ടമായിട്ട് വിളിക്കണം എന്നെ.
വിളിച്ചിട്ട് വിൽ മിസ് യു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക. നീ ഒന്ന് റോഡിൽ ഇറക്കൂടാ. ഈ വണ്ടിയുടെ പ്രശ്നമാണ് ഇത്. പയ്യെ പോ, നീ ഒന്ന് പമ്പ് വരെ എത്തിക്ക്. നമ്മുടെ പമ്പിൽ പെട്രോൾ ഇല്ല അതിന്. ഉണ്ട് ഇല്ല ചന്ദ്രൻ റീബിൽ ചെയ്തില്ല അതിന്. പമ്പൊക്കെ ഉണ്ട് നമ്മുടെ. അങ്ങോട്ട് പോ. നോക്കട്ടെ അവിടെ എത്തും. സ്പീഡിൽ പോയി ഇടിച്ചു നോക്കി ബാബു. ഇടിച്ചെന്ന് ബാബുസേന. പൊട്ടൂലടാ, ഇവിടത്തെ പമ്പ് പൊട്ടൂല. ഞാൻ തലൂത്തനായി. അത് ഇറങ്ങി, അത് ഇറങ്ങുമ്പോ ശരിയാവും. ഇറങ്ങിയിട്ട് കേറിയാ മതി. ഇറങ്ങിക്ക്. മള്ളി ഒന്ന് പെട്രോൾ ചെയ്യുന്നത് കോള് വരുന്നത്. തലയൊക്കെ വെട്ടിട്ടേക്കുന്നു. നീ എവിടാ? ഗ്യാസ് സ്റ്റേഷൻ ആയില്ലേ? കൊടുത്തന്നാ തിരിഞ്ഞ് ഇപ്പൊ മറ്റേ സാധനം വരും. കൊണ്ടു ഏത് സാധനം? മറ്റേ വണ്ടി കയറ്റിക്കൊണ്ടുവന്ന ഹലോ, സ്റ്റോക്കിലടാ ഇവിടെ. ആ മള്ളി തന്നെ ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ ഇവിടെ പെട്രോൾ ഇല്ലല്ല ഇപ്പൊ ബാബു സ്റ്റോക്കിലടാ ഇവിടെ. ആ മള്ളി തന്നെ ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ ഇവിടെ പെട്രോൾ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. എന്നെ രക്ഷിക്കണ, തട്ടിക്കൊണ്ടു പോയടാ.